ഹലോ ഗായ്സ്, നിങ്ങൾക്ക് ഏവർക്കും ഡിസ്നി ലാൻഡ് വ്ലോഗ് 2 പാർട്ട് 2യിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ വരെയായിരുന്നു നമ്മൾ നിർത്തിയത്. അതിനുശേഷം ഞങ്ങൾ എന്നാൽ കുറച്ച് സുവനീറൊക്കെ മേടിക്കാമെന്ന് വെച്ച് ഫുഡ് കഴിച്ച എനർജിയോടെ ഞങ്ങൾ 2-3 ഷോപ്പിൽ വന്നു. നമുക്ക് അവിടെ 2-3 ഷോപ്സ് ഉണ്ട് കേട്ടോ. നല്ല സുവനീർ കിട്ടും. കൂടുതലും മിക്കി മൗസിൻ്റെ ഷേപ്പിലുള്ള കുറേ കീ ചെയിൻസ്, അതുപോലെ തന്നെ കപ്സ്, അതുപോലെ തന്നെ നമ്മുടെ സുവനീർസ്, ഡിസ്നി ലാൻഡ് സുവനീർസ്, അതുപോലെ ടീഷർട്ട്സ്, അതുപോലെ തന്നെ കുറേ അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ട്. സ്ട്രോ, അങ്ങനെ ഞങ്ങളും 2-3 ഡിസ്നി ലാൻഡ് ഒരു സുവനീർസും അതുപോലെ മിക്കി മൗസിൻ്റെ കീ ചെയിനൊക്കെ മേടിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള റൈഡിലേക്ക് കയറാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് മുന്നോട്ട് വന്നു. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ഫസ്റ്റ് കയറാൻ പോകുന്നത് ഈ ടീ കപ്പ് എന്ന് പറയുന്ന ഈ റൈഡാട്ടോ. ഇതിൽ കപ്പും സോസറിൻ്റെ മോഡലിൽ കുറേ റൈഡുണ്ട്, അതായത് കപ്പും സോസറും. അപ്പം നമുക്ക് അതിനകത്ത് കയറിയിരിക്കാം. അപ്പോൾ ഒരു മ്യൂസിക് വരുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീങ്ങും. ജസ്റ്റ് ഫണ്ണ്, ഒരു 2-3 മിനിറ്റ്സേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളും അതിൽ കയറി. നമുക്ക് ജസ്റ്റ് അവർ ഓട്ടോമാറ്റിക് കറങ്ങും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ അതിനകത്തൊരു വളയമുണ്ട്, അത് വെച്ച് നമുക്ക് തിരിക്കാം. അവനോട് തിരിക്കാൻ പറയുമായിരുന്നു. അവനത് തിരിക്കുന്നില്ലായിരുന്നു. അത് കുറച്ച് ഫണ്ണായിരുന്നു. നമുക്ക് ഫാമിലി ആയിട്ട് നല്ല ഫണ്ണായിട്ട് ചെയ്യാം. നല്ലതാട്ടോ ഈ റൈഡ്. നമ്മൾ നല്ല എൻജോയ് ചെയ്തു. കുറച്ച് നേരേ ഉള്ളൂ, എങ്കിലും നല്ല എൻജോയ്മെന്റ് ആയിരുന്നു. അങ്ങനെ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ മുന്നോട്ട് നീങ്ങി. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് കണ്ടിട്ട് മിക്കി മൗസിൻ്റെ ഹൗസാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പോയി മിക്കി മൗസിനെ കാണാം. ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് മിക്കി മൗസിനെ കണക്കാക്കുന്നത്. ഒരാൾ വേഷം കെട്ടി മിക്കി മൗസ് ആയിട്ട് അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പം ഇന്നത്തെ സ്ലോട്ട് ഫുൾ ബുക്കായിരുന്നു. ഇന്ന് കാണാനുള്ള കുറച്ച് വിസിറ്റേഴ്സിനെ മാത്രമേ അലോ ചെയ്യത്തുള്ളൂ. അപ്പോൾ അന്നത്തെ മൊത്തവും ബുക്കായിരുന്നു. പിന്നെ ഞങ്ങളത് കയറാൻ നിന്നില്ല, നല്ല ക്യൂ ഉണ്ട്. ഇനിയിപ്പം ജസ്റ്റ് മിക്കി മൗസിന് അങ്ങനെ അവന് കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളത് കണ്ടില്ല. പിന്നെ ജസ്റ്റ് മുമ്പോട്ട് പോയി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പൈററ്റ്സ് ഓഫ് ദ കരീബിയൻ എന്ന് പറയുന്ന ഒരു റൈഡാണ് കേട്ടോ. ഇത് ഒരു സിനിമയുണ്ട്, അതുപോലെ തന്നെ ഈ കരീബിയൻ കടലിലെ ഈ കൊള്ളക്കാരും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഡെമോ പോലെ നമ്മളിങ്ങനെ റൈഡിൽ പോകുമ്പോൾ അവരും കാണിക്കുവാണ് ഇതിനകത്ത്. കുറച്ച് നല്ലതാണ്. ആ ഫിലിം കണ്ടു വന്നവർക്ക് കുറച്ചുകൂടെ എക്സൈറ്റ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കരീബിയൻ കടലിൽ പോകുമ്പോൾ അവിടെ കുറേ കൊള്ളക്കാരും അല്ല തീം അങ്ങനെയാണ്, കുറേ മനുഷ്യനെ പിടിക്കുന്നവരൊക്കെ ഉണ്ട്. അത് നമ്മളെ ആ ഒരു ഫീലിങ്ങിൽ ഇരുട്ടുമുറി കൂടെ നമ്മളൊരു ബോട്ടിലൂടെ പോകുമ്പോൾ ആ ഒരു ഫീലിംഗ് അവർ കൊണ്ടുവരും. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ആ റൈഡിൽ ക്യൂ നിൽക്കുന്ന സ്ഥലം തൊട്ടേ അതങ്ങ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. കാരണം അതേ രീതിയിലുള്ള മരങ്ങളും അതേ രീതിയിലുള്ള വീടുകളും നമ്മളെ ആ ഒരു തോന്നലുണ്ടാക്കുന്ന രീതി തന്നെയാണ്. നമ്മൾ ക്യൂ നിൽക്കുന്ന ഒരു കിലോമീറ്റർ മുമ്പേ അതങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഫീലിങ്ങിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഞങ്ങൾ അവധി ദിവസം ആയതുകൊണ്ട് നല്ല ക്യൂ ഉണ്ടായിരുന്നു. ഏത് റൈഡിൽ പോകണമെങ്കിലും മെയിനുള്ള റൈഡിലെല്ലാം 1 മണിക്കൂറൊക്കെ ക്യൂ നിൽക്കണം. നമ്മൾ അകത്ത് കയറിയിട്ട് നമ്മൾ വിചാരിക്കും റൈഡായെന്ന്. പക്ഷേ എന്നാലും അങ്ങനെയല്ല. അകത്ത് കയറിയിട്ടും പിന്നെ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ക്യൂ നിന്നാലേ നമുക്ക് ആ റൈഡിൻ്റെ അകത്ത് കയറാൻ പറ്റൂ. അപ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടാക്കും. അകത്ത് കയറുമ്പോൾ കുറച്ച് ഇരുട്ട് പോലെയും ഒക്കെ നമുക്ക് ആ ഒരു ഫീലിംഗ് അവർ നല്ലപോലെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ആർട്ടിസ്റ്റ് പരമായിട്ടാണ് ഇവിടുത്തെ എല്ലാ റൈഡും ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ആ ബോട്ട് കയറുന്നതിൻ്റെ അടുത്തെത്തി കേട്ടോ. മ്യൂസിക്കും എല്ലാം ഒരു വൈബ് കിട്ടും നമുക്ക്. അങ്ങനെ ബോട്ടിലൂടെ ബോട്ടിലൂടെ പോവുകയാണ്. അപ്പോൾ ചുറ്റും ഇങ്ങനെ കുറേ ആൾക്കാർ കൊള്ളക്കാരും അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഭയപ്പെടുത്തുന്ന പോലെ ആ ഒരു ഫീലിംഗ് നമുക്കുണ്ടാക്കും. അങ്ങനെ ഞങ്ങളുടെ ബോട്ട് വന്ന് ഞങ്ങളും അതിൽ കയറി. കുറേ നേരം ക്യൂ നിന്നിട്ടാണ് കേട്ടോ കയറാൻ പറ്റിയത്. അങ്ങനെ ഞങ്ങൾ കയറി ഞങ്ങളുടെ ബോട്ട് മുന്നോട്ട് പോയി. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ.
കുറച്ച് നേരം അത് ആസ്വദിക്കുമായിരുന്നു. അങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ ചുറ്റും കുറേ പേര് ഇങ്ങനെ നിന്ന് മോഡൽ പോലെ നിന്ന് അതിൻ്റെ ഒരു സിനിമയുടെ ഭാഗങ്ങളും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു ഫീലിംഗ് കിട്ടും നമുക്ക്. കൊള്ളായിരുന്നു. നല്ല മ്യൂസിക് ആൻഡ് ഡ്രാമയുടെ ഒരു കോമ്പിനേഷൻ തന്നെയായിരുന്നു അത്. ഞങ്ങൾ പതുക്കെ അത് കണ്ടിങ്ങനെ ആസ്വദിച്ച് മുന്നോട്ട് പോയി. ഇവിടുത്തെ എല്ലാ റൈഡിലും ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും കേട്ടോ. വേറൊരു മൂഡിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ അത് കഴിഞ്ഞ് കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം വാവ് ഇല്ല എന്നാലും കൊള്ളാം, നല്ല കുഴപ്പമില്ല. നമുക്ക് ഫാമിലി ആയിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു റൈഡ് തന്നെയാണ് പൈററ്റ്സ് ഓഫ് ദ കരീബിയൻ. അത് കഴിഞ്ഞപ്പം വേറൊരു റൈഡിൽ ഞങ്ങൾക്ക് പോകണമെന്ന് വിചാരിച്ചതുണ്ട്, ഹൈപ്പർ സ്പേസ് മൗണ്ടൻ. പക്ഷെ അവിടെ ചെന്നപ്പം മോന് ഹൈറ്റ് പറ്റുന്നില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് അതിൽ കയറാൻ പറ്റില്ല. ഞങ്ങൾ 3 പേർ കൂടെ കയറാൻ പറ്റുന്ന റൈഡ്സിൽ മാത്രമേ കയറിയുള്ളൂ. അത് കുറച്ച് അഡ്വഞ്ചർ, അവനെ കയറ്റിയില്ല, അവന് ഹൈറ്റ് ആയിട്ടില്ലായിരുന്നു. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുട്ടീസിന് പോലത്തെ ഒരു ഫ്ലഡ് ഇതുപോലെ ഒരു വിമാനം ഇങ്ങനെ പറക്കുന്ന പോലെ, അതിൽ ഞാൻ കയറിയില്ല, മോനും പപ്പയും കൂടെ കയറി അതിനകത്ത്. അതും കുഴപ്പമില്ലാത്ത റൈഡായിട്ട് എല്ലാവർക്കും 2 പേർക്ക് ഇരിക്കാൻ പറ്റൂ, അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് 3 പേർക്ക് കൊച്ചു കുട്ടികളാണെങ്കിൽ ഇരിക്കാം. അതിനകത്ത് അവൻ കയറി, അവനും പപ്പയും കയറി, എങ്ങനെ വിമാനം പറക്കുന്ന പോലെ. മറ്റേത് കുറച്ച് അഡ്വഞ്ചറാട്ടോ, കയറാൻ പറ്റുന്നവർക്ക് വേണമെങ്കിൽ അതിൽ കയറാട്ടോ. ഞങ്ങൾ കയറിയില്ല. ഇതിൽ വരെ കയറാൻ നല്ല ക്യൂ ഉണ്ടായിരുന്നു. ഇങ്ങനെ അധികം സാഹസമില്ലാത്ത റൈഡിലായാലും നല്ല ക്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ അതിന് ശേഷം അപ്പോഴത്തേക്കും പരേഡിനുള്ള സമയമായിരുന്നു. സമ്മർ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു 7:30-ക്കായിരുന്നു പരേഡ് തുടങ്ങിയത്. അതായത് കുറേ കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ വന്ന് ആ കാസലിൽ നിന്ന് വന്ന് ഡാൻസും പിന്നെ നമ്മളെ എൻജോയ് ചെയ്യുന്ന മ്യൂസിക്കും ഒക്കെയാണ് കേട്ടോ. നമ്മളതിൻ്റെ കുറേ ഭാഗങ്ങൾ എടുത്തിട്ടുണ്ട് പരേഡിൻ്റെ. അപ്പം നിങ്ങൾക്കും കുറച്ച് ഭാഗങ്ങൾ കാണാം. ആ കാസലിൻ്റെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ആ മ്യൂസിക്കിനനുസരിച്ച് ആ ഫൗണ്ടൻ പോകുന്നതാണ് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. എല്ലാ ദിവസവും പരേഡുണ്ട്. എന്നാലും ചില അവധി ദിവസമോ സാറ്റർഡേ സൺഡേ ഒക്കെ ആകുമ്പോൾ നല്ല ആളുള്ളതുകൊണ്ട് പരേഡ് നല്ല വ്യത്യസ്തമായിട്ടുമുണ്ട്, കുറേ നേരമുണ്ട്. ഞങ്ങൾ പോയന്ന് കുറേ നേരം ഉണ്ടായിരുന്നു പരേഡ്. നല്ല രസമായിരുന്നു ലൈവായിട്ട് ഇങ്ങനെ കാണാൻ കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെയും ഒക്കെ അവർ ഡാൻസിനും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ആ മ്യൂസിക്കും നല്ല വൈബുണ്ടായിരുന്നു. അതാ നമ്മുടെ സ്റ്റാർ മിക്കി മൗസ് വരുന്നത് കേട്ടോ. മിക്കി മൗസിന് അവർ ഭയങ്കര VIP ആയിട്ടാണ് ഡിസ്നിലാൻഡ് യൂസ് ചെയ്തത്. ഡിസ്നിലാൻഡിന്റെ സന്താനമാണല്ലോ മിക്കി മൗസ്. അതുകൊണ്ട് ഭയങ്കരമായിട്ടാണ് മിക്കി മൗസ് ട്രീറ്റ് ചെയ്യുന്നത്. ഗ്രാൻഡ് വെൽക്കം ആയിരുന്നു മിക്കി മൗസിന് കൊടുത്തിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു.
രസമുണ്ടായിരുന്നു. ബാംബു ഡാൻസ് പോലെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കൊച്ചു കുട്ടികളെക്കാളും വലിയവരായിരുന്നു ഒന്ന് ഡാൻസ് കളിക്കുന്നത്. നല്ല വൈബോടെ കരയുന്നൊക്കെ. സമ്മറായിട്ട് ടൈം മാറിയതാണോ എനിക്കറിയില്ല. നിങ്ങൾ ഡിസ്നിലാൻഡിൽ വന്നാൽ പരേഡ് മിസ്സാക്കില്ല കേട്ടോ. വൈകിട്ട് വിൻ്ററിൽ 5:30 എന്നൊരു ഡൗട്ടുണ്ട്. നമ്മൾ പോയ സമയത്ത് 7:30 പരേഡ്. അന്വേഷിച്ചാൽ മതി അവർ പറയും. ഈ പരേഡ് നിങ്ങൾ മിസ്സാക്കല്ലേ പോവുകയാണെങ്കിൽ. ലൈവായിട്ട് കാണുന്നത് നല്ലൊരു വൈബാണേ. വീക്കെൻഡ്സ് ഒക്കെ ആണെങ്കിൽ ഇത്ര ലൈവായിട്ട് കുറേ ക്യാരക്ടേഴ്സ് വന്ന് ഡാൻസ് കുറേ നേരമുണ്ട്. അപ്പം ചില ദിവസം കുറച്ച് കുറവാണ്. സ്ലീപ്പിംഗ് ബ്യൂട്ടി ക്യാസിൻ്റെ ഫ്രണ്ടിൽ ഓരോ ലൈവായിട്ട് ഓരോരുത്തരും ഇങ്ങനെ കാണിക്കുകയാണ്. രസമുണ്ട്. റൗണ്ട് ചെയ്തിട്ട് വരും. ചുറ്റും ഭയങ്കര ആളാണ്. പരേഡ് തുടങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പേ സൈഡ് ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കും. സീറ്റ് പിടിച്ച് വന്നിരിക്കും. അങ്ങനെ ലാസ്റ്റ് ഈ കൾച്ചറുടെ കൂടെ എടുത്തിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. അങ്ങനെ പരേഡ് നിങ്ങൾക്ക് ഇഷ്ടമായ പരേഡ്. അങ്ങനെ പരേഡൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ റൂമിലേക്ക് വന്ന് ഫ്രഷായി. ഞങ്ങൾ ഡിസ്നിലാൻഡിൻ്റെ അകത്തുള്ള തന്നെ ഒരു ഹോട്ടലാണ് ബുക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ രാത്രിയിലും കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ റൂമിൽ വന്ന് ഫ്രഷായിട്ട് നമുക്ക് രാത്രിയിൽ ഒരു നൈറ്റ് ഷോ ഉണ്ട്, LED ലൈറ്റൊക്കെ വെച്ച്. അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി. അപ്പം അപ്പോഴത്തേക്കും രാത്രി 9 മണിയൊക്കെ കഴിഞ്ഞു. അതെനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യുന്ന 10:30-ക്കാണ്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു റിവർ പോലെയൊക്കെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും നല്ല ലൈറ്റൊക്കെ ഇട്ട് വൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഹോട്ടൽ ഡിസ്നിലാൻഡിൻ്റെ അകത്ത് തന്നെ കേട്ടോ. കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പം നിങ്ങൾക്ക് നൈറ്റ് ഷോയും നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റും. അപ്പോൾ കുറച്ച് ലേറ്റ് ആയാലും വരാമല്ലോ അകത്ത്. ഇങ്ങനെ പോകുന്ന വഴിക്കെല്ലാം കുറേ കടകളും റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട്.
ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങോട്ട് പോയി. അപ്പോഴത്തേക്കും മോൻ ഉറങ്ങിയായിരുന്നു, രാവിലെ എണീറ്റല്ലേ. പിന്നെ അവനെ എടുത്തിട്ടായിരുന്നു ഞങ്ങൾക്ക് അങ്ങോട്ട് പോകേണ്ടത്. അതുകൊണ്ട് കുറച്ച് പാടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇരുന്നൊക്കെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. പക്ഷേ നൈറ്റിലൊക്കെ നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉറങ്ങിയായിരുന്നു. സ്ട്രോളർ എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡിസ്നിലാൻഡിൻ്റെ എൻട്രൻസിൻ്റെ അടുത്തെത്തി. എൻട്രൻസിൻ്റെ അടുത്തും ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ എൻട്രൻസാണ് നമ്മൾ ഈ കാണുന്നത്. 10:30 മുതൽ 11 o'clock വരെയാണെന്ന് തോന്നുന്നു ഷോ. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കണ്ടിട്ട് പിന്നെ ഇങ്ങനെ പതുക്കെ നടന്നു. നിങ്ങൾക്ക് അകത്ത് വേണമെങ്കിൽ റൂം ബുക്ക് ചെയ്യാം, ദൂരെ വേണമെങ്കിലും ബുക്ക് ചെയ്യാം. എനിക്ക് തോന്നുന്നു അടുത്ത് ഐബിസ് പോലത്തെ ഹോട്ടലൊക്കെ ഉണ്ട്. അകത്ത് ബുക്ക് ചെയ്താൽ കുറച്ച് നടക്കാതെ നമുക്ക് കുറച്ച് അടുത്ത് വന്ന് നമുക്കിതൊക്കെ കാണാൻ പറ്റും. പിന്നെ ട്രാമിൻ്റെ ദൂരെയാണെങ്കിൽ നമ്മൾ ട്രാമിൻ്റെ സൗകര്യം നോക്കണം. നമ്മൾ എപ്പോഴൊക്കെ മെട്രോ ഉണ്ട് എന്നൊക്കെ, മെട്രോ ഉണ്ടോ എന്നൊക്കെ നോക്കണം. വേറൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ദൂരെ ബുക്ക് ചെയ്തിട്ട് ഈ പ്രയോറിറ്റി ലൈൻ എന്ന് പറഞ്ഞ സാധനം നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് മെയിനുള്ള ഏതൊക്കെ റൈഡിൽ കയറുന്നു ആ റൈഡിന് എക്സ്ട്രാ €15 മേ ബി അതാന്ന് തോന്നുന്നു, എനിക്ക് എക്സാക്റ്റ് അറിയത്തില്ല, ഒരാൾക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യൂ സ്കിപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഹോട്ടലിൽ കൊടുക്കുന്ന പൈസ ഇതിൽ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ, പ്രയോറിറ്റി ലൈനായിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ക്യൂ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 days കൊണ്ട് നിങ്ങൾക്ക് മാക്സിമം റൈഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാം ഒരു 1-2 days കൊണ്ട് കാണാം. പക്ഷേ ഈ ക്യൂ ആണ് നമുക്ക് കുറേ ടൈം ലാഗ് ചെയ്ത് എല്ലാം റൈഡും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തത്. നമുക്ക് 2 days ആയിട്ട് പോലും നമുക്ക് എല്ലാ റൈഡും ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ മെയിൻ അങ്ങ് കാണുമായിരുന്നു. എല്ലാ റൈഡിലും അവധി ദിവസമായിട്ടാണ് തോന്നുന്നു, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഈ അടുത്ത ഹോട്ടലിൽ സ്പെൻഡ് ചെയ്യുന്ന പൈസ നിങ്ങൾ പ്രയോറിറ്റി ലൈൻ എന്നും പറഞ്ഞ് ഒരു പേഴ്സൺ €15 എങ്ങാണ്ട് അത് കൊടുക്കുവാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്കൊരു ഉപകാരപ്പെടും, ക്യൂ നിൽക്കാതെ. പിന്നെ അപ്പോൾ എല്ലാം കഴിയുവാണെങ്കിൽ നിങ്ങൾക്ക് ഹോട്ടലിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് വേഗം പോകാൻ പറ്റുമല്ലോ. അങ്ങനെ ഇത് LED ഷോ തുടങ്ങിയിട്ടോ. അതും ഈ സ്ലീപ്പിംഗ് ബ്യൂട്ടി കാസിൻ്റെ അടുത്താണ്. ഒരു ലൈറ്റും ഒക്കെ വെച്ച് നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. ഞാൻ കുറച്ചൊക്കെ എടുത്തു വീഡിയോ. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കളർ ലൈറ്റും ഒക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. കറക്റ്റ് മനസ്സിലായാലും എന്തോ തീമിൽ അവിടെ പോകുന്നുണ്ടായിരുന്നു, അതനുസരിച്ചാണ് ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് ഭംഗിയുള്ള ഭാഗം വരുമ്പോൾ ജസ്റ്റ് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഒരു ഷേപ്പിലൊക്കെ ലൈറ്റ് അവിടെ നിൽക്കുന്നു. ഇത് റോസാപ്പൂവിൻ്റെ മോഡലാട്ടോ ആ ലൈറ്റ്. വ്യക്തമാവുന്നതെന്ന് എനിക്കറിയില്ല. റോസാപ്പൂ പോലെ രസം ഉണ്ടായിരുന്നത്. മോനെ കാണിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ ആള് നല്ല ഉറക്കം, കണ്ടിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. ആള് നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി ബാക്കി നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ, സീ യു.